ഗൈസ്, നിങ്ങളുടെ ഹെയറിന് തിക്നെസ് കുറവാണോ? അത് കുറച്ച് ഉള്ളു കുറഞ്ഞിട്ടുള്ള മുടിയാണെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷനും കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് മുടി കുറച്ച് നല്ല ഭംഗിയിൽ അല്ലെങ്കിൽ കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ട് കിടക്കണമെങ്കിൽ അതിനൊരു കുഞ്ഞു ട്രിക്ക് ഉണ്ട്. അത് ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു കുഞ്ഞു ട്രിക്കാണ്. ഇത് കുറെ പേർക്കൊക്കെ അറിയായിരിക്കും, എങ്കിലും അറിയത്തില്ലാത്തവർക്ക് വേണ്ടി അത് ഷെയർ ചെയ്യണേ. ഇപ്പൊ നിങ്ങൾക്ക് ഈ ഹീറ്റ് പ്രോഡക്ട്സ് ഇല്ല, അതായത് സ്ട്രൈറ്റ്നർ, കേളർ പോലുള്ള സംഭവങ്ങളൊന്നും ഉപയോഗിക്കാനായിട്ട് ഇഷ്ടമില്ല, അല്ലെങ്കിൽ അതൊന്നും നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ അല്ല എങ്കിൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഈ ട്രിക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ മുടി നല്ല ഭംഗിയായിട്ട് നിങ്ങൾക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റും കേട്ടോ. ഞാൻ എന്റെ ഓൾമോസ്റ്റ് എല്ലാ ഫംഗ്ഷന്റെ തലേദിവസം ഞാൻ മുടി ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടാണ് കിടക്കാറ്. പിറ്റേ ദിവസം മുടി നല്ല അടിപൊളിയായിട്ട് എടുക്കും. അപ്പൊ ഞാൻ സംസാരിച്ച് ഓവറാക്കുന്നില്ല, നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ ഗൈസ്, വെൽക്കം ബാക്ക്. ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. ഞാൻ അങ്ങനെ ഒരുപാട് ഹീറ്റ് പ്രോഡക്ട്സ് ഒന്നും ഹെയറിൽ യൂസ് ചെയ്യാത്ത ആളാണ്. എന്തെങ്കിലും വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടോ അങ്ങനെ എന്തെങ്കിലും, അതും സ്ട്രൈറ്റ്നർ ഞാൻ യൂസ് ചെയ്യാറില്ല പൊതുവെ. എന്തെങ്കിലും കേളർ എന്തെങ്കിലും ഒക്കെ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. അതും ഒക്കേഷണലി മാത്രമേ ഉള്ളൂ. എവിടെയും പോകുമ്പോഴൊന്നും അങ്ങനെ ഫംഗ്ഷനൊന്നും ഞാൻ അധികം അങ്ങനെ കേൾ ചെയ്തിട്ടുണ്ട് പോയതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. അല്ലെങ്കിൽ നമുക്ക് സൈഡിൽ ഇവിടെ എന്തെങ്കിലുമൊക്കെ വരണം ചെറുതായിട്ട് ചുരുട്ടിയിടാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ഞാൻ പൊതുവെ ഈ ട്രിക്കാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്കും ഇത് യൂസ് ചെയ്യാം. ഓക്കെ, നമുക്ക് ആദ്യമേ ഹെയർ ചെടയെല്ലാം ഒന്ന് കളയണേ. നല്ലപോലെ ചീവി ചെടയെല്ലാം ഒന്ന് കളയണം. എന്റെ ചീപ്പ് ഇവിടെ ഇതുപോലുള്ള വൈറ്റ് കോംബാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. മുടി കുറച്ചും കൂടെ ചെടയൊക്കെ കളയാനായിട്ട് കുറച്ചും കൂടെ എനിക്ക് ഇതാണ് നന്നായിട്ട് തോന്നുന്നത്. ഓക്കെ, നമ്മൾ ഹെയറിന്റെ ചെടയൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ചെറിയ ചെറിയ ഇങ്ങനെ കുറച്ച് പോർഷൻസ് ആയിട്ട് ഹെയർ എടുത്തിട്ട് ഇത് പിന്നുകയാട്ടോ ചെയ്യുന്നത്. നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ടായിരിക്കും. ഞാൻ ഇതിന് ആഫ്രിക്കൻ ഹെയർ സ്റ്റൈൽ എന്നാണ് പറയാറുള്ളത്. എനിക്കറിയില്ല അതിന്റെ എന്തെങ്കിലും പ്രത്യേകിച്ച് പേരുണ്ടോ എന്നറിയില്ല. ഞാൻ ഇത് പറയുന്നത് ആഫ്രിക്കൻ ഹെയർ സ്റ്റൈൽ എന്നാണ് കേട്ടോ. ഇത് നമ്മളിനി ചെറുതായിട്ട് എടുത്തിട്ട് ഹെയർ പിന്നുമാണ് താഴോട്ടെ. താഴേക്കൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ഈ മുടിക്ക് ലെങ്തിലേക്ക് താഴേക്ക് വരുമ്പോഴത്തേക്കും മുടിക്ക് അധികം കട്ടി കാണത്തില്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് ഇത് എന്തെങ്കിലും വെച്ച് അടിവശത്തൊന്നും വേണമെങ്കിൽ ടൈ ചെയ്യാം കേട്ടോ. ഞാനിതാ ഇതുപോലത്തെ എന്താ പറയുന്നത്, നമ്മുടെ ഡിസ്കോ റബ്ബർ എന്നാ പറയുന്നത്, നിങ്ങൾ എങ്ങനെയാണ് പറയാ? ഓക്കെ, ഈ റബ്ബർ വെച്ചിട്ട് ഞാൻ അടിവശത്ത് ടൈ ചെയ്യുകയായിരിക്കും ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെ താഴേക്ക് ഹെയർ പിന്നിയെടുക്കണേ. കുറച്ച് നേരത്തെ മെനക്കെടുണ്ട് കേട്ടോ, ഞാൻ ആദ്യമേ പറയാം. പക്ഷെ ഈ മെനക്കെടുന്നത് കൊണ്ട് പിറ്റേ ദിവസം രാവിലെ നിങ്ങൾക്ക് ഹെയർ കാണുമ്പം സന്തോഷമാകും. പ്രത്യേകിച്ച് ഒട്ടും ഹെയർ ഉള്ളില്ലാത്തവരാണെങ്കിൽ ഇത് ചെയ്യുന്നത് നല്ലതാ. മുടി കുറച്ച് ഉള്ളായിട്ട് കിടക്കും. ഓക്കെ ഓക്കെ ഓക്കെ, ഇത് നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ കിടക്കാറൊക്കെ ആകുമ്പോഴത്തേക്കും ചെയ്താൽ മതി കേട്ടോ. ഇത് ചെയ്തിട്ട് നമ്മൾ പുറത്തേക്കൊന്നും ഇറങ്ങണ്ട. കളിയാക്കും നമ്മളെ കാണുമ്പോൾ ആളുകളും. സ്ഥിരം ഞാനിതൊക്കെ മുടിയൊക്കെ കെട്ടിട്ട് എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ റൂമിന് വെളിയിലേക്ക് പോകുമ്പോൾ എല്ലാം ഞെട്ടിട്ട് നിൽപ്പുണ്ട്. ഇതെന്താ അതെന്ന്. ഓക്കെ, ഇതുണ്ട്. നമുക്കിത് ഇങ്ങനത്തെ ഡിസ്കോ റബ്ബേഴ്സ് ഉണ്ടെങ്കിൽ കുറച്ച് ബെറ്റർ ആയി കേട്ടോ. എന്നാലും അതിലങ്ങനെ നിൽക്കത്തില്ല. രാവിലെ പോകുമ്പോൾ ഇതെല്ലാം കട്ടിലായിരിക്കും കിടക്കുക. ഓക്കെ, ഡോണ്ട് ജഡ്ജ് കേട്ടോ. എന്റെ ലുക്ക് നിങ്ങൾ ജഡ്ജ് ചെയ്യല്ലേ. അപ്പൊ അങ്ങനെ നമുക്ക് അടുത്ത പോർഷൻ എടുക്കുക. എത്രത്തോളം നിങ്ങൾ ലെയേഴ്സ്, അതായത് ഇങ്ങനെ പാർട്ടീഷൻ വെച്ച് ചെയ്യുന്നു അത്രത്തോളം മുടി കുറച്ച് തിക്കായിട്ട് കിടക്കുവേ. ഇടയ്ക്ക് എനിക്ക് മടിയാണ്. ഇടയ്ക്ക് എനിക്ക് മടിയുള്ള സമയത്താണെങ്കിൽ ഞാൻ ഒരു 5-6 എണ്ണത്തിലൊക്കെ നിർത്തും. 6 പാർട്ടീഷനൊക്കെ എടുത്ത് ഇങ്ങനെ പിന്നിട്ട് നിർത്തും. അങ്ങനെ വരുമ്പോൾ ഹെയറിന് അത്രയും ഒരു തിക്നെസ്സേ കിട്ടുള്ളൂ. അടുത്ത പാർട്ടീഷൻ എടുത്തിട്ട് നമ്മൾ താഴേക്ക് പിന്നുവാണേ. ചെറുപടാതെ ഞാൻ വേഗം കുറച്ചെണ്ണം പിന്നീട്ട് ഞാൻ കാണിക്കാം നിങ്ങൾ, ഇല്ലെങ്കിൽ കുറച്ചധികം ലെങ്ത് ആയി പോകും വീഡിയോ. സിനിമയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണാനൊക്കെ എടുത്ത് വെച്ചിട്ട് നിങ്ങൾ പിന്നിക്കാം കേട്ടോ. അതാകുമ്പം ചെറിയൊരു എന്റർടൈൻമെന്റ് ആകും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ബോറടിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പൊ ഞാനിങ്ങനെ പിന്നിക്കൊണ്ടിരുന്നപ്പോൾ എനിക്ക് ബോറടിച്ചു. അന്നേരം ഞാൻ പിന്നെ വീഡിയോ ഓൺ ആക്കിയതാ. പിന്നെ ഇങ്ങനെ പിന്നി വരുമ്പോഴേ നമ്മുടെ ഒരു മുടിയുടെ ഇപ്പൊ ഇതുണ്ടോ, ഇവന്മാർ രണ്ടുപേർക്കും അത്യാവശ്യം ഇതിനകത്ത് മുടിയുണ്ട്. ഈ മൂന്നാമത്തെ ആളൊക്കെ ഉണ്ടോ, ഇവന് മുടി കുറവാ. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക? അപ്പൊ എന്ത് ചെയ്യും നിങ്ങള്? ഞാൻ എന്ത് ചെയ്യുന്ന അറിയാവോ? ഞാൻ ഇതേണ്ട ഈ മുടി കൂടുതലുള്ള അവന്റെ കയ്യിൽ നിന്ന് കുറച്ച് കടം മേടിക്കും. ഇച്ചിരി തരുവോന്ന് ചോദിക്കും. അപ്പൊ അവൻ പറഞ്ഞു നീ എടുത്തോ. അപ്പൊ നമുക്ക് കാശ് എടുക്കാം. അവന്റെ നിന്ന് കുറച്ച് മേടിക്കും. വേണമെങ്കിൽ ഇപ്പുറത്തെ നിന്നും കുറച്ച് മേടിക്കാം. അവന്റെ നമ്മൾ കുറച്ച് മേടിക്കും. ഇപ്പൊ കാണാം, ഇപ്പൊ അവൻ എത്ര ഉണ്ട്. ഇനി നമുക്ക് താഴേക്ക് പിന്നെ കാണാം. അപ്പൊ നമുക്ക് താഴെ പിന്നെ എന്ത് കിട്ടും? ഇനി വീണ്ടും കുറയുകയാണെങ്കിൽ ഇച്ചിരി കൂടുതലുള്ളവന്റെ കയ്യിൽ നമ്മൾ ഇച്ചിരി കടം മേടിക്കണം. അങ്ങനെ എങ്ങനെയുണ്ട്? എൻ്റെ ഇല്ലാത്ത ബുദ്ധിയിൽ തോന്നിയതാ. എങ്ങനെയുണ്ട്? പറയിച്ചില്ലേ? നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ ഡിസ്കോ റബ്ബേഴ്സ് ഇല്ലെങ്കിൽ പേടിക്കണ്ട, മുടി അങ്ങനെ ഇട്ടാൽ മതി. അത്രയും മേളിലേക്കൊന്നും ഒത്തിരി ഒന്നും പോത്തൊന്നുമില്ല. കുറച്ച് അഴിയും, അടിവശത്തെ കുറച്ച് ഭാഗങ്ങൾക്ക് മുടി ഇങ്ങനെ അഴിയും. പക്ഷെ കുഴപ്പമില്ല,
അല്ലെങ്കിൽ ഇതിപ്പോ ഞാൻ ഈ ഡിസ്കോറബർ എല്ലാം ഇട്ടിട്ട് കിടക്കൂല്ലേ, കിടന്നു കഴിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും 2 കറക്കമൊക്കെ കഴിയുമ്പോഴത്തേക്കും ഇതെല്ലാം രാവിലെ കട്ടിലിൽ നിന്ന് പിറക്കി എടുക്കാം നമുക്ക്. ഇപ്പൊ എത്രയായി? 1 2 3 4 5 6 അല്ലേ? ഒരു 7, ഇവിടെ ഒരു 7 വയ്ക്കാം. 8 9, ഒരു 9 എണ്ണത്തിനുള്ളതുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ ലെയറൊക്കെ വിട്ടു വരുന്നു. അതായത് മുടി എനിക്ക് അങ്ങനെ ശ്രദ്ധയില്ലാതിരുന്നൊരു ടൈമിൽ അതിവിടെ കൊണ്ട് കെട്ടി വെച്ചിട്ട് കട്ട് ചെയ്യും. ഇപ്പൊ പിന്നെ ലെയറൊക്കെ വെട്ടിക്കഴിയുമ്പോഴാണ് പിന്നെ മുടി ഇവിടുന്ന് വരണം പിന്നെ കെട്ടി വയ്ക്കുമ്പോൾ ഇടയ്ക്കൊന്ന് ഒരെണ്ണം ചാടുന്നു, ഇപ്പുറത്തൊന്നും ഒരെണ്ണം ചാടുന്നു. ഇവനെ ഇങ്ങോട്ടും അപ്പം പിന്നീടാണ് എൻ്റെ ഇത് മനസ്സിലായത്. അങ്ങനെയൊക്കെ വെട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുടി പല അളവിൽ കിടക്കും, വളർന്നു വരുമ്പോൾ വേറൊരു ഇതിലിരിക്കും. പിന്നെ നമ്മൾ അല്ലെങ്കിൽ അങ്ങനെ തന്നെ വെട്ടിക്കൊണ്ടേയിരിക്കണം. അങ്ങനെയൊക്കെ വെട്ടിക്കൊണ്ടേയിരിക്കാൻ ആരെ കൊണ്ട് പറ്റും? ഇതൂടെ പിന്നീട്ട് കാണാതെ. ഓക്കെ ഗൈസ്, ഞാൻ മുടിയെല്ലാം പിന്നീടുണ്ട്. എൻ്റെ ഹെയർ ഫുള്ള് ഞാൻ പിന്നെടുത്തേ. ഓക്കെ, ഇതെന്റെ ഐഡിയ ആയിപ്പോയി, കുറച്ച് സമയം എടുത്തു. ഓക്കെ, അപ്പൊ ഇതാണ് എന്റെ ആഫ്രിക്കൻ പായൽ ഹെയർ സ്റ്റൈൽ. നിങ്ങൾക്ക് ഇത് ഇഷ്ടമായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ രാവിലെ ഈ ഹെയർ അഴിക്കുന്നതിന്റെ ഒരു ക്ലിപ്പ് കൂടെ ആഡ് ചെയ്യാം കേട്ടോ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. രാവിലെ ഞാനൊരു മരം ഉണ്ട്, ഇങ്ങനെ എഫേർട്ട് മാറ്റേഴ്സ് എന്ന് പറഞ്ഞത്. ഇത്ര എഫേർട്ട് ഇട്ടുകൊണ്ട് നമുക്ക് ഹെയർ അടിപൊളി ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇനിയിപ്പം രാവിലെ ഇനിയിപ്പോ ഇത് ഇങ്ങനെ കിടക്കാണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ ഉണ്ടെങ്കിൽ ഇതുപോലൊരു ബുഷ് വെച്ചാലും ഇങ്ങനെ പുറകിലേക്ക് ഞാനിങ്ങനെ കിടക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ തലണലൊക്കെ കിടന്നിട്ട് ഇങ്ങനെ വെക്കുമ്പോൾ ചെറുതായിട്ടൊരു പെയിനൊക്കെ ഉണ്ടാവും. അത്ര വലിയ പെയിനൊന്നും അല്ല, എങ്കിലും ചെറുതായിട്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ഇങ്ങനെ ബാക്കിലേക്ക് പിടിച്ചിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഞാൻ ഇത് വെച്ച് കെട്ടിവെക്കും. അത്രേ ഉള്ളൂ. അപ്പൊ ശരി, രാവിലെ കാണാം. ഞാൻ ഈ ആഫ്രിക്കൻ പായൽ ഹെയർ സ്റ്റൈലൊക്കെ ആയിട്ട് പോയി കിടക്കട്ടെ. രാവിലെ കാണാം. ശരി, ബൈ. ഹലോ, അപ്പൊ നമ്മള് മോർണിംഗ് ആയി. രാത്രി ഇതാ ഞാൻ മുടിയൊക്കെ കെട്ടി വെച്ചിട്ട് കിടന്നാണ്. രാവിലെ എൻ്റെ ഇപ്പതാ ഇങ്ങനെയാണ്. എനിക്ക് ഇതുണ്ട്, ഞാൻ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ അകത്ത് ഞാൻ വെച്ച ഡിസ്കോറബറൊക്കെ ഊരിപ്പോയി. പക്ഷെ അത് അഴിഞ്ഞു പോയിട്ടൊന്നുമില്ല കേട്ടോ, നിങ്ങൾക്ക് കാണാലോ, അഴിഞ്ഞു പോയിട്ടൊന്നുമില്ല. കുറച്ച് എണ്ണത്തിന്റെ റബ്ബേഴ്സ് ഒക്കെ ഉണ്ട്, അല്ലാത്തതിന്റെ ഒക്കെ ഊരിപ്പോയി. 1-2 അങ്ങോട്ടേ ഉള്ളെന്ന് തോന്നുന്നു. ബാക്കി പോയി കട്ടിലിൽ നിന്ന് പറക്കി എടുക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് അഴിക്കാവേ. ഞാൻ ഓരോന്നിട്ട് അഴിച്ച് നിങ്ങളെ കാണിക്കാം. ഓക്കെ, ഞാനിതാ ഹെയർ അഴിച്ചിട്ടുണ്ട്, ഫുൾ അഴിച്ചേ. ചെയ്യുമൊന്നും വേണ്ട, ഞാൻ ചെയ്യാറില്ല അങ്ങനെ. പ്രത്യേകിച്ച് ചെടയൊന്നുമില്ല, നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് കൈ ഇങ്ങനെ ഒന്ന് വെച്ച് ഇതാക്കി വിട്ടാൽ മതി. നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം കേട്ടോ, ഞാൻ ചെയ്യാറില്ല അങ്ങനെ. ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ ഓക്കെയാണ് ഹെയർ. ഞാൻ കാണിക്കാതെ. കണ്ടോ? നിങ്ങൾക്ക് കാണാം ഹെയറിന്റെ നമുക്ക് നമ്മുടെ ഓൾറെഡി ഉള്ള ഒരു ടെക്സ്ചറിന് മാറിയിട്ട് ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ ഒടിഞ്ഞൊടിഞ്ഞൊടിഞ്ഞുള്ളൊരു ഇതിലേക്കാണ് ഇപ്പൊ നിൽക്കുന്നത്. ഇങ്ങനെ പിന്നെ ഇട്ടതുകൊണ്ട് തന്നെ ഹെയർ കുറച്ചും കൂടെ നമുക്ക് തിക്നെസ് ഫീൽ ചെയ്യും. നമുക്ക് ഓൾറെഡി ഉള്ളതിൽ നിന്ന് കുറച്ചും കൂടെ തിക്നെസ് ഫീൽ ചെയ്യുവേ. ഒരുപാട് ഇങ്ങനെ ഒട്ടിയിരിക്കത്തില്ല. ഈ ഭാഗം നമ്മൾ പിന്നെ വെച്ചതുകൊണ്ട് നമ്മുടെ ഫ്രണ്ട് ഭാഗം ഒന്നും അങ്ങനെ ഒട്ടിയിരിക്കത്തില്ല. ചിലർക്ക് നമുക്ക് ഈ ഫ്രണ്ട് ഭാഗം ഇങ്ങനെ ചിലപ്പോൾ ഒട്ടിയായിരിക്കും ഇരിക്കുക അല്ലെ, അങ്ങനെ അത് കുറച്ചിങ്ങനെ കുറച്ചിങ്ങനെ പൊങ്ങി നിൽക്കണം. അങ്ങനെ ഉള്ളവരുണ്ടെങ്കിൽ ഇത് ഇതുപോലെ ഹെയർ ഒന്ന് പിഞ്ഞി വെക്കുക കേട്ടോ. ഇങ്ങനെ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ വെക്കുകയാണെങ്കിൽ കുറച്ചിങ്ങനെ നന്നായിട്ട് നിൽക്കും. എനിക്ക് ഇഷ്ടമായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. എനിക്ക് ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ഹെയർ കിടക്കുന്നത്. നിങ്ങൾക്ക് ഈ ഹെയർ നിങ്ങൾക്ക് എങ്ങനെയാണോ സ്റ്റൈൽ ചെയ്യാൻ ഇഷ്ടം ആ രീതിക്ക് ചെയ്യാം. ചുമ്മാ അഴിച്ചിട്ടിട്ട് പിന്നെ ഇടുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ എന്തെങ്കിലും ഹെയർ സ്റ്റൈൽസ് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവേ. ഹെയർ കുറച്ച് തിക്നെസ് ഫീൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് സാധാരണ നമ്മൾ ചെയ്യുന്നതിലും അടിപൊളിയായിരിക്കും. അപ്പൊ ഞാൻ ഈ യൂസ് ചെയ്യുന്ന ട്രിക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമന്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ ഈ ട്രിക്ക് യൂസ് ചെയ്യുന്നവരാണെന്ന് പറയാം കേട്ടോ. ഒരുപാട് പേര് എനിക്ക് തോന്നുന്നു ഈ ട്രിക്ക് യൂസ് ചെയ്യുന്നവരായിരിക്കും. അപ്പൊ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് പറയുക. ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ചെയ്ത് നോക്കുക, അടിപൊളിയായിരിക്കും. അപ്പൊ അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാൻ മറക്കണ്ട. അപ്പൊ വീണ്ടും അടുത്തൊരു വീഡിയോ കാണാൻ. ബൈ.